ഹലോ ഫ്രണ്ട്സ്, അമ്മൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ ഫ്രൈ റോസ്റ്റാണ്. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: സവോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില. നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും വേണേ. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയത് ബാക്കി വന്ന ചിക്കനാണ് ഞാൻ ഇന്ന് റോസ്റ്റ് ആക്കാമെന്ന് വെച്ചത്. ഇനിയിപ്പോൾ ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത എണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാതെ കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവോളയും തക്കാളിയും ഇത്രയും നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർ പച്ചമുളകിൻ്റെ എണ്ണ ഇച്ചിരി കൂട്ടിക്കുക കേട്ടോ. നല്ലപോലെ വഴറ്റി കൊടുക്കാവേ നമുക്ക്. ഞാൻ ഇതിനകത്ത് ഫ്രൈ ചെയ്യുന്നതിൻ്റെ റെസിപ്പി ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കയറി നോക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ചിക്കനിലോട്ട് ഉപ്പ് ഇട്ടിരിക്കുന്ന കാരണം അത് നോക്കി വേണം ഉപ്പ് ഇടാനേ. നന്നായിട്ട് വഴറ്റി കൊടുക്കാതെ ഉപ്പിടുമ്പോൾ നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടുവേ. നല്ലപോലെ വഴന്ന് കൊടുക്കുക. സവോളയെല്ലാം നന്നായിട്ട് വഴന്ന് വരണം. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, സ്പെഷ്യൽ മസാലപ്പൊടിയാണ് ഇത്. ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ അടുത്ത ദിവസം ഇടുന്നുണ്ട്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ട്, ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. അതിൻ്റെ പച്ച മണം പോകുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാവേ. ഇതിലേക്ക് വേണം നമുക്ക് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാനേ. നന്നായിട്ട് വഴറ്റിയെടുക്കാവേ. പച്ചമണം നന്നായിട്ട് പോകണം. നമ്മുടെ മസാലപ്പൊടിയിലേക്ക് നല്ലപോലെ പച്ചമണമൊക്കെ പോയി നല്ല രീതിക്ക് അത് എണ്ണയിൽ കിടന്ന് മൂത്ത് വരണം.
ഇതിലേക്ക് നമ്മൾ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി, ഒരുപാട് ഒഴിക്കേണ്ട. നമ്മൾ റോസ്റ്റ് ആക്കാനായ കാരണം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയേ. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചെറിയ പീസാക്കിയത് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർ പച്ചമുളകിലും കുരുമുളക് പൊടിയിലും ഇച്ചിരി മാറ്റമൊക്കെ വരുത്തിയാൽ മതിയാകും കേട്ടോ. നമുക്കിവിടെ അധികം എരിവ് കഴിക്കാത്ത കാരണമാണ് നമ്മൾ തീരെ കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടിയാണെങ്കിലും പച്ചമുളകാണെങ്കിലും തീരെ കുറച്ച് നമ്മൾ എടുക്കുന്നത്. ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എരിവ് കൂട്ടാം കേട്ടോ. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ലപോലെ മസാല പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണേ. നമ്മൾ നോർമലായിട്ട് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ഇച്ചിരി കൂടി നല്ല ടേസ്റ്റ് വരുന്നത് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് റോസ്റ്റ് ഉണ്ടാക്കുന്നതാണ്. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കൂടുതലായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമുക്ക് ചോറിൻ്റെ കൂടെ പോലും നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റോസ്റ്റാണിത്. ശകല നേരം ഒന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാവേ. ഒരൊറ്റ മിനിറ്റ് മതിയാവും. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല അടിപൊളി നല്ല ടേസ്റ്റിലുള്ള നമ്മുടെ അടിപൊളി ചിക്കൻ ഫ്രൈ റോസ്റ്റാണ് ഇവിടെ റെഡിയായിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കണം. സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ചിക്കൻ ഫ്രൈ റോസ്റ്റ്, അടിപൊളി ടേസ്റ്റുള്ളൊരു ചിക്കൻ ഫ്രൈ റോസ്റ്റാണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കിയത്. എല്ലാവരും ട്രൈ ചെയ്ത് കഴിച്ച് അഭിപ്രായം പറയണം. നിങ്ങളുടെ ഓരോ അഭിപ്രായത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. താങ്ക് യു.